ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് മഹാഭാഗവതത്തിലെ കഥാഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഭഗവാൻ നരകാസുരനെ വധിച്ച ആ ഭാഗമാണ്. ഭഗവാന്റെ വിവാഹങ്ങൾ നമ്മൾ പറഞ്ഞു. ഭഗവാൻ 16,000 യുവതികളെ തൻ്റെ ദ്വാരകയിലേക്ക് എന്തുകൊണ്ടാണ് കൊണ്ടുപോകേണ്ടി വന്നത് എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു. ഭഗവാന്റെ 8 വിവാഹങ്ങൾ ഏതൊക്കെയാണ് എന്നും നമ്മൾ പറഞ്ഞു. ഭഗവത്ഗീതയുടെ ക്ലാസ് സ്ഥിരമായി ഇടുന്നുണ്ട്, എല്ലാവരും അത് കേൾക്കണം. പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് വീണ്ടും വീണ്ടും പരാതി പറയുന്നു. നമ്മുടെ ചാനലിലൊന്ന് കയറി നോക്കിയാൽ മതി. നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ കൂടുതലായി നോട്ടിഫിക്കേഷൻ യൂട്യൂബ് നൽകും. അതല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ കുറയാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. എന്തുകൊണ്ടാണ് ഈ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വരാത്തത് എന്ന് അന്വേഷിച്ചപ്പോൾ അറിയാനായിട്ട് കഴിഞ്ഞത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബട്ടൺ അത് ഓൾ എന്ന് തന്നെയാണോ, ആ മണി പോലത്തെ ബട്ടൺ ഓൾ എന്ന് തന്നെയാണോ എനേബിളായി കിടക്കുന്നത് എന്ന് ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങൾ നോക്കാം. ഭഗവാൻ നരകാസുരനെ വധിച്ചതിനു ശേഷം എന്താണ് ചെയ്തത്? അതിനുശേഷം പീതാംബരൻ ഭാമയുമൊരുമിച്ച് കുണ്ടലങ്ങളും കുടയുമായി നേരെ ദേവലോകത്തേക്ക് തിരിച്ചു. അവിടെ എത്തി അതിഥിയെ കണ്ട് കുണ്ടലങ്ങൾ ദാനം ചെയ്ത് ദേവിയുടെ സങ്കടം പരിഹരിച്ചു. ഇന്ദ്രന് ഛത്രവും നൽകി. ഭാമയുടെ സൗന്ദര്യ വിലാസം കണ്ട് ദേവവനിതകൾ പോലും അതിശയിച്ചു. ഇന്ദ്രാണിയും ഇന്ദ്രമാതാവും ഭഗവാന്റെ പത്നിയെ വേണ്ട വിധം അനുഗ്രഹിച്ച് ആശീർവദിച്ചു. കൃഷ്ണൻ ചെയ്ത ഉപകാരത്തെ ആദരിച്ച് അദ്ദേഹം കുറേ നാൾ അമരലോകത്ത് താമസിക്കുവാൻ അമരാധിപൻ ക്ഷണിച്ചു. അതിന് സൗകര്യമില്ലാത്തതിനാൽ അപ്പോൾ തന്നെ തിരിച്ചു പോരുവാൻ അംബുജനയനൻ തയ്യാറായി. യാത്രയും ചൊല്ലിപ്പോരുന്ന അവസരത്തിൽ മനോഹരമായ പാരിജാതം പരിമളം വിതറി കുളിർ കാറ്റിൽ ആടിക്കളിച്ചു നിൽക്കുന്നത് കണ്ട് മോഹം പൂണ്ട് അതിൻ്റെ ഒരു കൊമ്പൊടിച്ച് നമുക്ക് കൊണ്ടുപോകണമെന്ന് ഭാമ പറഞ്ഞതിനനുസരിച്ച് കൃഷ്ണൻ അതിൻ്റെ ഒരു കൊമ്പും ഒടിച്ചെടുത്തുകൊണ്ട് മുമ്പോട്ട് നടന്നു. ശ്രേഷ്ഠമായ രത്നകുണ്ടലങ്ങളും വെൺകൊറ്റക്കുടയും വീണ്ടെടുത്തു തന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ പാരിജാതത്തിൻ്റെ ഒരു ചെറിയ കൊമ്പ് ഒടിച്ചുകൊണ്ടു പോകുന്നത് കണ്ടപ്പോൾ ദേവേന്ദ്രൻ കോപിഷ്ഠനായി. അദ്ദേഹം ഭഗവാനോട് യുദ്ധത്തിനൊരുങ്ങി. എന്താ കഥ? അഹങ്കാരം കൊണ്ട് അങ്ങനെ ഇന്ദ്രൻ നന്ദി കെട്ടവനായി തീർന്നു. ഹേ സുരാധിപ, അങ്ങ് യുദ്ധം ചെയ്യണമെന്നില്ല. ഞാൻ എടുത്ത പാരിജാതക്കമ്പ് തിരിച്ചു തന്നേക്കാം. പക്ഷെ ഒരു കാര്യം, ഞാൻ കൊണ്ടുവന്നു തന്ന രത്നകുണ്ടലവും ഛത്രവും എനിക്ക് തിരിച്ചു തരണം. അവ മറ്റൊരു സ്ഥലത്തു നിന്നും ഞാൻ അപഹരിച്ചതാണ്. അവയെ അവിടെ തന്നെ തിരിച്ചേൽപ്പിക്കണം. ഇപ്രകാരമുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഇന്ദ്രൻ ചെറുതായിട്ടൊന്ന് ഭയപ്പെട്ടുവെങ്കിലും അഹങ്കാരത്താൽ വീണ്ടും യുദ്ധത്തിന് ഒരുമ്പെട്ടു. ആ യുദ്ധത്തിൽ ഇന്ദ്രൻ പരാജിതനായി എന്നു മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കിരീടം തെറിച്ച് താഴെ വീഴുകയും ചെയ്തു. കിരീടം താഴെ വീണ സ്ഥിതിക്ക് തൻ്റെ ഇന്ദ്രപ്പട്ടം നശിച്ചു പോകുമോ എന്നൊരു ഭയവും മഹേന്ദ്രനെ ബാധിച്ചു. ഇന്ദ്രൻ്റെ വിഡ്ഢിത്തവും ഞാനെന്ന ഭാവവും അതേസമയം കാളസർപ്പത്തെ പോലെ മനസ്സിലിഴഞ്ഞു കയറുന്ന ഭീതിയുമെല്ലാം കണ്ട് സാക്ഷാൽ വൈകുണ്ഠപതിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അമരേന്ദ്രനെ പരാജയപ്പെടുത്തി അരവിന്ദനയനൻ പാരിജാതവും കൊണ്ട് ഭാമാസമേതം ദ്വാരകയിൽ എത്തിച്ചേർന്നു. അവളുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് ആ ദിവ്യലത ദേവലോകത്തു നിന്നും ദേവദേവൻ കൊണ്ടുവന്നത്. ആയതിനാൽ അത് സത്യഭാമയുടെ അന്തഃപുര മന്ദിരത്തിനടുത്തു തന്നെ നട്ടു പരിപാലിച്ചു. അതിൽ വിരിയുന്ന മലരുകളുടെ സൗരഭ്യം
100 യോജന ദൂരം വരെ അനുഭവവേദ്യമായിരുന്നു. സ്യമന്തകമണിയുടെ യഥാർത്ഥ അവകാശിനി സത്യഭാമയാണ്. അതവൾക്ക് ലഭിച്ചില്ല. അതിനു പകരം ലോകോത്തര മഹാത്മ്യമേറിയ പാരിജാതം അവൾക്കിരിക്കട്ടെ എന്ന് ഭഗവാൻ നിശ്ചയിച്ചിരിക്കണം. പ്രാഗ്ജ്യോതിഷത്തിൽ നിന്നും ഐക്യപ്പെട്ട 16,000 പരമഭക്തകളായ കന്യകാമണികൾക്കും 16,000 മന്ദിരങ്ങൾ പ്രത്യേകം നൽകി. 16,000 കൃഷ്ണരൂപം ധരിച്ച് അവരെ എല്ലാവരെയും ഒരേ സമയത്ത് പരമകാരുണികനായ ഭഗവാൻ പരിഗ്രഹിച്ചു. ഈ 16,000 കന്യകമാരും പണ്ട് ഒരു രാജാവിൻ്റെ പുത്രികളായി വർത്തിച്ചിരുന്നവരാണെന്നും പിതാവും ഒരുമിച്ച് അവർ സല്ലാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ ലോകാവസ്ഥ നേരിൽ കണ്ടറിയുവാനായി സന്യാസി വേഷം പൂണ്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്ന മഹാവിഷ്ണു അവരെ നേരിൽ കാണാനിടയായെന്നും അദ്ദേഹത്തിൻ്റെ ദിവ്യ തേജസ്സിൽ ഭ്രമിച്ച് ആ സുന്ദരികൾ കാമാർത്തിയോടെ ആ ഭിക്ഷുവിൻ്റെ പിറകെ പോയെന്നും അത് കണ്ട് കുപിതനായ പിതാവ് അവരെ ശപിച്ചുവെന്നും അതിൻ്റെ ഫലമായി അവർ പിന്നീട് പല യോനികളിലായി പിറന്ന് ഒടുവിൽ നരകാസുരൻ്റെ ബന്ധനാലയത്തിൽ അകപ്പെട്ടുവെന്നും ഒരു കഥ പറയുന്നുണ്ട്. ആ കാരണത്താലാണ് കാർവർണൻ അവരെ പരിഗ്രഹിക്കാൻ ഇടയായത് എന്നും പറയുന്നു. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ദിവസം ഭഗവാന് രുക്മിണീ ദേവിയിൽ ഒരു ഉണ്ണിയുണ്ടായ കഥ നമ്മൾ പറഞ്ഞിരുന്നു. ആ കഥാഭാഗത്തിൻ്റെ തുടർച്ചയാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ശംബരാസുരൻ്റെ പാചകക്കാരിയായ മായാവതിയാൽ പരിപാലിക്കപ്പെട്ട ആ ബാലൻ ക്രമേണ വളർന്ന് അതിസുന്ദരനായ ഒരു യുവാവായി തീർന്നു. അതിരറ്റ രൂപലാവണ്യത്തോടു കൂടിയ ആ ബാലൻ തൻ്റെ ആത്മവല്ലഭനായ കാമദേവനാണെന്നുള്ള വിശ്വാസത്തോടെ ആ കാമാക്ഷി അവനുമായി യഥേഷ്ടം കാമലീലകളാടുവാനായി അവനെ സമീപിച്ചു. അപ്പോൾ ആ യുവാവ് തടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ദേവി, എൻ്റെ മാതാവായ ഭവതി പുത്രനായ എന്നിൽ കാമാതുരതയാകുന്നത് ഏറ്റവും നിഷിദ്ധവും പാപകരവുമല്ലേ? അരുത്, പൈശാചികമായ വികാരങ്ങൾക്ക് അമ്മ ഇടയാകരുത്. ഇത് കേട്ടപ്പോൾ മായാവതി മാദകമായ മന്ദഹാസം തൂകി മധുരമായി മൊഴിഞ്ഞു: പ്രഭോ, ഞാൻ അങ്ങയുടെ മാതാവല്ല, പ്രിയതമയായ രതിയാണ്. കൈലാസവാസന്റെ നേത്രാഗ്നിയിൽ ദഹിച്ചുപോയ മന്മഥൻ്റെ ചൈതന്യാത്മകമായ അവതാരമാണങ്ങ്. മന്മഥൻ തന്നെയാണങ്ങ്. കാലത്തിൻ്റെ പരിവർത്തന വൈചിത്രത്താൽ ഞാൻ ഈ ശംബരൻ്റെ അടുക്കളയിൽ മായാവതി എന്ന നാമം ധരിച്ച് അവൻ്റെ പാചകക്കാരിയായി കഴിയുകയായിരുന്നു. അങ്ങ് യദുകുലമണി ദീപമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പുത്രനായി അദ്ദേഹത്തിൻ്റെ ആത്മവല്ലഭയായ രുക്മിണീ ദേവിയുടെ ഉദരത്തിൽ ജനിച്ച കുമാരനാണ്. കാമദേവന്റെ പിതൃസ്ഥാനം മഹാവിഷ്ണുവിനുള്ളതിനാൽ അദ്ദേഹത്തിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പുത്രനായി കാലാരിയുടെ കാരുണ്യത്താൽ വീണ്ടും അങ്ങ് ജനിച്ചു എന്നുള്ളതാണ് അങ്ങയുടെ ജന്മരഹസ്യം. കാമദേവൻ വീണ്ടും ജനിച്ചാൽ അവൻ മൂലം ശംബരന് മരണം സംഭവിക്കുമെന്ന് വിധി നിശ്ചയമുള്ളതുകൊണ്ട് രുക്മിണീദേവി അങ്ങയെ പ്രസവിച്ച മാത്രയിൽ തന്നെ മായാശക്തിയാൽ ആ അസുരൻ ആ കുഞ്ഞിനെ ആരും അറിയാതെ അപഹരിച്ച് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. അത് ഒരു മത്സ്യം കൊത്തി വിഴുങ്ങി. ഒരു മുക്കുവൻ വല വീശിയപ്പോൾ ആ മത്സ്യത്തെ അവൻ്റെ വലയിൽ കിട്ടി. വിശേഷപ്പെട്ട ഒരു മത്സ്യമായിരുന്നതിനാൽ ആ മുക്കുവൻ അതിനെ ശംബരന് കാഴ്ചയായി നൽകി. അത് വേണ്ടവിധം പാചകം ചെയ്യാനായി പാപിയായ അവൻ പാചകിയായ എന്നെ ഏൽപ്പിച്ചു. ആ മത്സ്യത്തെ ഞാൻ കീറിയപ്പോൾ അതിൻ്റെ ഉദരത്തിൽ പ്രഭയേറിയ ഒരു പ്രജയുടെ രൂപത്തിൽ അങ്ങയെ ഞാൻ കണ്ടു. ആ സമയം അവിടെ എഴുന്നള്ളിയ നാരദമുനി സർവ്വവിവരങ്ങളും എന്നെ ധരിപ്പിച്ചു. എൻ്റെ പ്രിയതമനായ മന്മഥനാണ് ആ പ്രജ എന്ന് അറിഞ്ഞപ്പോൾ മനം കുളിർന്ന് അതിനെ പുണർന്ന് ഞാൻ രഹസ്യമായി വളർത്തുകയാണ് ഉണ്ടായത്.
അങ്ങയുടെ പിതാവായ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തോടുകൂടി അങ്ങും ഈ മനുഷ്യ ശരീരം വെടിഞ്ഞ് അങ്ങയുടെ മൂലകാരണമായ കാമദേവനിൽ ലയിക്കും. എൻ്റെ ഈ മായാരൂപവും അന്ന് അവസാനിക്കും. ഇതെല്ലാം നാരദമുനി എന്നെ അറിയിച്ചിട്ടുള്ള പരമമായ രഹസ്യങ്ങളാണ്. അങ്ങയുടെ പുണ്യജനനിയെ കാണുവാൻ അങ്ങ് ഉടനെ തന്നെ പുറപ്പെടണം. ഞാനും കൂടെ വരാം. പുത്രദുഃഖാർത്തയായി ആ ദേവി കണ്ണുനീരിൽ മുഴുകി കാലം കഴിച്ചുകൂട്ടുകയാണ്. ആയതിനാൽ ഉടനെ ശംബരനെ വധിച്ച് ദ്വാരകയിലേക്ക് അങ്ങ് പുറപ്പെടണം. പ്രത്യുപ്നൻ എന്നാണ് അങ്ങയുടെ പേരെന്നും നാരദമുനി എന്നോട് അരുളി ചെയ്തിട്ടുണ്ട്. പരമശിവന്റെ അനുഗ്രഹത്താലുണ്ടായ പ്രത്യുപ്നന് സർവവിധ ആയുധവിദ്യകളും യുദ്ധമുറകളും ജന്മനാ തന്നെ ഹൃദിസ്ഥമായിരുന്നു. മായാവതിയുടെ ഉപദേശാനുസരണം തൽക്ഷണം തന്നെ പ്രത്യുപ്നൻ യുദ്ധത്തിനായി ശംബരനെ പോരിന് വിളിച്ചു. മന്മഥനല്ലാതെ മറ്റാരും തന്നെ വധിക്കുകയില്ല എന്ന് ബ്രഹ്മദേവൻ വരം തന്നിരിക്കുന്ന സ്ഥിതിക്ക് ഈ യുവാവ് എന്തിന് മരിക്കാനായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് ആ അസുരൻ അഹങ്കാരത്തോടെ ആക്ഷേപഭാവത്തിൽ ചിന്തിച്ചു. അവർ തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. ഗതിമുട്ടിയ അസുരൻ ഒടുവിൽ പല മായായുദ്ധങ്ങളും നടത്തി തുടങ്ങി. മായാവതിയുടെ അതിശയനീയമായ മായാശക്തിയാൽ അസുരന്റെ മായാപ്രയോഗങ്ങൾ നിഷ്ഫലങ്ങളായിപ്പോയി. അവസാനം പീതാംബരപുത്രന്റെ കൂർത്തുമൂർത്ത ശരങ്ങളേറ്റ് ശംബാസുരൻ ചത്തുമറിഞ്ഞ് കാലപുരി പ്രാപിച്ചു. ദേവവൃന്ദം സന്തുഷ്ടരായി പുഷ്പങ്ങൾ ആകാശത്തു നിന്നും വർഷിച്ചു. തൽക്ഷണം തന്നെ മായാവതിയും ഒരുമിച്ച് മാധവനന്ദനൻ ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. ഭഗവാൻ ശ്രീകൃഷ്ണന് തുല്യമായ ഒരു നവകോമള തരുണൻ, സർവാംഗസുന്ദരിയായ ഒരു തരുണിയും ഒരുമിച്ച് വരുന്നത് കണ്ടപ്പോൾ പുരവാസികൾ അത്ഭുതപ്പെട്ടു. ഇവർ ആര്, ഇവർ ആര് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചോദിച്ചു. കാമനും രതിയുമായിരിക്കുമോ? ആകൃതി കണ്ടിട്ട് കൃഷ്ണൻ തന്നെ ആയിരിക്കുമോ? ഇങ്ങനെ പലവിധ സംശയങ്ങളും പലർക്കും തോന്നി. അന്തഃപുരം ലക്ഷ്യമാക്കി അവർ നടന്നു വരുന്നത് കണ്ട് സഖിമാരോടും മറ്റു സപത്നിമാരോടും കൂടി സല്ലപിച്ചു കൊണ്ടിരുന്ന രുക്മിണീദേവി എന്തോ ഒരു പ്രത്യേകമായ വാത്സല്യത്തോടു കൂടി എഴുന്നേറ്റ് ആ വരുന്ന യുവാവിൽ ആര്യപുത്രൻ്റെ കമനീയ രൂപമാണല്ലോ പ്രതിബിംബിക്കുന്നത്. എൻ്റെ കുഞ്ഞ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ആകൃതി സൗന്ദര്യം കൊണ്ടും പ്രായം കൊണ്ടും ആ വരുന്ന കുമാരനെ പോലെ തന്നെ ഇരിക്കുമായിരുന്നു. ഭഗവാനെ, അവൻ എങ്ങനെ എൻ്റെ കൺമുമ്പിൽ നിന്നും മറഞ്ഞു? അയ്യോ, ആ വരുന്ന യുവാവിൻ്റെ ദർശനത്തിൽ പുത്രവാത്സല്യം എന്നിൽ വളരുന്നു, മുലകൾ ചുരത്തുന്നു. അവനെ ആശ്ലേഷിക്കുവാൻ എൻ്റെ കരങ്ങൾ കൊതിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് രുക്മിണീദേവി ചിന്തിച്ചു. ഇപ്രകാരം വൈദർഭി ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ യുവാവ് അവിടെ എത്തി. രുക്മിണിയെ കൈകൂപ്പി വന്ദിച്ചുകൊണ്ട് അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അവൻ ആരാണെന്നറിഞ്ഞുകൂടെങ്കിലും എന്തോ ഒരു ആത്മപ്രചോദനത്താൽ എൻ്റെ പൊന്നുമകനെ എന്ന് വിളിച്ചുകൊണ്ട് രുക്മിണിയും പൊട്ടിക്കരഞ്ഞു. ആ സമയം നന്ദാത്മജനും ഒരുമിച്ച് നാരദമുനിയും അവിടെ ആഗതരായി. ബ്രഹ്മാവിൻ്റെ പുത്രനായ നാരദൻ ആ കുമാരനെ സംബന്ധിച്ചിട്ടുള്ള സർവ കഥകളും രുക്മിണിയെയും കൃഷ്ണനെയും മറ്റു യാദവ നേതാക്കളെയും അന്തഃപുര സ്ത്രീകളെയും പറഞ്ഞു കേൾപ്പിച്ചു. ജ്യോതിർമയനായ തൻ്റെ പുത്രന് പരമശിവൻ പണ്ടു നിർദ്ദേശിച്ചതനുസരിച്ച് പ്രത്യുപ്നൻ എന്ന് ഭഗവാൻ നാമകരണവും ചെയ്ത് വാത്സല്യപൂർവം ആശ്ലേഷിച്ച് അനുഗ്രഹിച്ചു. നാരദനിൽ നിന്നും ആ നാമം നേരത്തെ തന്നെ മായാവതിയും അറിഞ്ഞിരുന്നു. രുക്മിണീദേവി മകനെ ഗാഢമായി പുണർന്ന് മടിയിലിരുത്തി മൂർധാവിലും പൊൻകപോലങ്ങളിലും അനവധി ചുടുചുംബനങ്ങൾ അർപ്പിച്ചു.
പുത്രവധുവായ മായാവതിയെയും ആ മാതാവ് വാത്സല്യപൂർവ്വം ചുംബിച്ച് ആശ്ലേഷിച്ചു. കൃഷ്ണനും പുത്രവധുവിനെ തഴുകി അനുഗ്രഹിച്ചു. പ്രദ്യുമ്നന്റെ അന്തർധാന വൃത്താന്തം ഭഗവാന് അറിയാമായിരുന്നു എങ്കിലും ദേവകാര്യാർത്ഥം അദ്ദേഹം അത് ഒളിച്ചു വെക്കുകയായിരുന്നു. കൃഷ്ണാത്മജന്റെ ആഗമന വൃത്താന്തം ദ്വാരക മുഴുവനും അറിഞ്ഞ് നിമിഷ നേരം കൊണ്ട് ആബാലവൃദ്ധം പുരവാസികളും അവിടെ തടിച്ചുകൂടി. എല്ലാവരും നവദമ്പതികളെ കണ്ട് സന്തോഷാശ്രുക്കൾ തൂകി. ഉഗ്രസേനൻ, ശൂരസേനൻ, വസുദേവൻ തുടങ്ങിയ പിതൃജനങ്ങളും രേവതിയും ബലരാമനും ദേവകിയും രോഹിണിയും തുടങ്ങിയ എല്ലാവരും തന്നെ പ്രദ്യുമ്നനെയും പത്നിയെയും വേണ്ട വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകി ആശീർവദിച്ചു. ഉദ്ധവർ, സാത്യകി, അക്രൂരൻ, ഗദൻ തുടങ്ങിയ യദുവംശ നേതാക്കളും മന്ത്രികളും വന്ന് തങ്ങളുടെ ഭക്ത്യാദര സ്നേഹ ബഹുമാനങ്ങൾ പ്രകടിപ്പിച്ചു. ദ്വാരകയിലെ ഏറ്റവും മനോഹരമായ അന്തഃപുര മണിഹർമ്മ്യമാണ് പുത്രന് താമസിക്കുവാനായി പിതാവ് നൽകിയത്. അന്ന് പ്രദ്യുമ്നന് 20 വയസ്സ് പ്രായം വരും. ഹരേ കൃഷ്ണ. ഭാഗവതത്തിലെ കഥാഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. എല്ലാവരും നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.